കൊതിപ്പിക്കുന്ന പ്രഭാഷണങ്ങൾ. എ.പി.ജെ. അബ്ദുൽ കലാം 1940-കളിൽ ആണവശാസ്ത്രം പിറവികൊണ്ടപ്പോൾ 2 ദശകക്കാലത്തിനിടയ്ക്ക് ആണവൗഷധം, കാർഷികോത്പന്നങ്ങളുടെ സംരക്ഷിച്ചു വെക്കാനുള്ള ന്യൂക്ലിയർ ഇറേഡിയേഷൻ, ആണവോർജം എന്നിങ്ങനെ പലതരം ഉപയോഗങ്ങളുണ്ടായി. പിൽക്കാലത്ത് ആണവശാസ്ത്രം ആയുധങ്ങളിലേക്കും സേനാവിന്യാസത്തിലേക്കും പോലും വഴിയൊരുക്കി. കമ്പ്യൂട്ടർ സയൻസും ഗണിതശാസ്ത്രവും ആശയവിനിമയ സാങ്കേതികതയും കൂടി ചേർന്ന് വിവരസാങ്കേതികതയ്ക്ക് കാരണമായി. വിവരസാങ്കേതികതയുപയോഗിച്ച് ഭരണനിർവഹണത്തിൻ്റെ വിവിധ മേഖലകൾ, വാണിജ്യം, ആരോഗ്യം, വിദ്യാഭ്യാസം എന്നിവ, ഇ-ഗവേണൻസ്, ഇ-കൊമേഴ്സ്, ടെലിമെഡിസിൻ, ടെലി-എഡ്യൂക്കേഷൻ എന്നിങ്ങനെ പരിണമിച്ച് സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റിന് ഇന്ത്യയിൽ പ്രത്യേകിച്ചും ദേശീയ, അന്തർദേശീയ തലത്തിലുണ്ടായ ആവശ്യം മൂലം എലിമെൻ്ററി, പ്രൈമറി, സെക്കൻഡറി തലങ്ങളിൽ അധ്യാപനത്തെ സ്നേഹിക്കുന്ന അധ്യാപകരുടെ ലഭ്യത കുറഞ്ഞു വരുന്ന ഒരു പ്രതിഭാസത്തിന് നാം സാക്ഷ്യം വഹിച്ചു. മറ്റു മേഖലകളിൽ ധാരാളം അവസരങ്ങൾ ഉണ്ടായിരുന്നു എന്നതാണ് ഇതിന് കാരണം. അധ്യാപനത്തെ ഗുരുസ്ഥാനത്ത് നിന്നുകൊണ്ട് സ്നേഹിക്കുന്ന അധ്യാപകരുടെ എണ്ണം വലിയ തോതിൽ വർദ്ധിക്കേണ്ടതുണ്ട്.